ഓം ശ്രീ സായിറാം. ഭഗവാന്റെ സെൻട്രൽ സെലിബ്രേഷൻ നടക്കുന്ന ഈ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നലെ ജനിച്ച കുട്ടിക്ക് മുതൽ ഇന്ന് ഈ ഭൂമുഖത്തുള്ള എല്ലാ പേർക്കും സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഒരു പ്രധാന പരിപാടിയാണ് സെൻറ്റനറി സെലിബ്രേഷൻ. ഭഗവാന്റെ 100-ാം ജന്മദിനം എന്ന് പറയുമ്പോൾ ശരിക്കും ഭഗവാൻ 85 വയസ്സ് പൂർത്തീകരിക്കുമ്പോഴാണ് മഹാസമാധി അടഞ്ഞത്. എന്നാൽ 71 വർഷം മാത്രമേ നമ്മോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? 14 വയസ്സിലാണ് ഭഗവാന്റെ അവതാര പ്രഖ്യാപനം ഉണ്ടായത്. 71 വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ വിലയിരുത്തുന്നത്? ഓരോ വ്യക്തിക്കും ഓരോ രീതിയിൽ ഭഗവാനുമായിട്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അനുഭവം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സായി ഭക്തനും നമ്മുടെ ഭൂമുഖത്തുണ്ടായിരിക്കാൻ വഴിയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം, അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന, അവർക്ക് കൈമാറാൻ കഴിയുന്ന പ്രധാന സന്ദേശങ്ങൾ എന്താണ്? ഭഗവാന്റെ സന്ദേശം അതാണ് വാക്യസ്വാസ്ഥ്യം മുഖ്യമായിട്ട് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ട വിഷയം. സത്യസായി സേവാ സംഘടന എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് യുണീക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ വലിയ സംഘടന, അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഇതിന് സമാനമായിട്ട് ഒരു ആധ്യാത്മിക സേവന സംഘടനയും ഉണ്ടായിട്ടില്ല. അത്ര വ്യാപ്തിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും. ഇപ്പം നമ്മളത് വിലയിരുത്തുമ്പോൾ നമ്മൾ സാധാരണ ഭഗവാനെ കാണുമ്പോൾ ഉടനെ പറയാൻ തുടങ്ങുന്നത് മിറക്കിൾസാണ്. മിറക്കിൾസ് എന്ന് പറയുന്ന അത്ഭുതങ്ങൾ ഭഗവാനെ സംബന്ധിച്ച് ഭക്തന്മാരോട് കാണിക്കുന്ന ഒരു സാന്ത്വനമാണ്. അതിനപ്പുറം നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഭഗവാൻ ഈ ജനസമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ വലിയ പ്രോജക്ട്സാണ് ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന വലിയ അത്ഭുതങ്ങൾ. ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നിർവഹിക്കാൻ ഭഗവാൻ ഉത്തരവാദപ്പെടുത്തിയ വ്യക്തികളാണ് സേവാദൾ മെമ്പേഴ്സ് ഓഫ് സത്യസായി സേവ ഓർഗനൈസേഷൻ. സത്യസായി സേവ ഓർഗനൈസേഷൻ്റെ അത്യുന്നത പദവിയിലിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഏറ്റവും ഓർഗനൈസേഷൻ സ്ട്രാറ്റയിൽ താഴെ വരുന്ന സമിതി അല്ലെങ്കിൽ മണ്ഡലി കൺവീനർമാർ വരെ ബേസിക്കലി സേവാദൾ മെമ്പേഴ്സാണ്. പിന്നെ എങ്ങനെയാണ് ഈ സമിതി കൺവീനർ, ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ്, സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, ഇങ്ങനെ ഒരുപാട് ഔദ്യോഗിക ഭാരവാഹിത്വം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? അതെല്ലാം ശരിക്ക് ഒരു സായി ഭക്തനെ വിലയിരുത്തേണ്ടത് ബേസിക്കലി സേവാദൾ മെമ്പറാണ്. അവർക്ക് സ്വല്പം അഡീഷണൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് ഓരോ സബ്സിഡിക്കും. അതിനപ്പുറം ഒന്നുമില്ല. അവരും എല്ലാം സാധാരണ സേവാദൾ മെമ്പേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടവരാണ്. ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ കൊടുക്കേണ്ട സന്ദേശമാണ് പരമമായ ഭഗവാന്റെ മെസ്സേജസ്. സംഘടനയെ സ്ഥാപിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പ്രധാന തത്വങ്ങൾ സത്യസായി സേവാ സംഘടന ഭഗവാൻ സ്ഥാപിക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടുള്ള പ്രധാന സന്ദേശമാണ്. അത് ഇന്നത്തെ തലമുറക്ക് കേൾക്കുമ്പോൾ ഇനിയൊരു കാലത്ത് ഇങ്ങനെയൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ സത്യസായി സേവാ സംഘടന എത്ര വർഷം കഴിഞ്ഞാലും അതിൽ ഈ കോർ പ്രിൻസിപ്പിൾസിൽ ഒരു മാറ്റവും വരുത്താതെ അതേപോലെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം അടുത്ത ജനറേഷന് നമ്മൾ കൈമാറണം.
അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട ഉദ്യമം എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ എല്ലാ ഭഗവാന്റെ പ്രസ്ഥാനങ്ങളും സമിതികളും എല്ലാ യൂണിറ്റുകളും അതേപോലെ പ്രവർത്തിക്കാൻ കാര്യക്ഷമമാക്കി എടുക്കുക എന്നുള്ളതാണ്. യങ്സ്റ്റേഴ്സിന് ഒരുപാട് ഉത്തരവാദിത്തം കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഒരു മെസ്സേജ് കൂടെ തന്നിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ഷുഡ് വർക്ക് അണ്ടർ ദി ഗൈഡൻസ് ഓഫ് എൽഡേഴ്സ്. വളരെ മുതിർന്ന സായി ഭക്തന്മാരുടെ നിർദ്ദേശത്തിനൊപ്പം അവർ വർക്ക് ചെയ്താൽ പാളിച്ചകൾ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഭഗവാന്റെ നിർദ്ദേശമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കോർ പ്രിൻസിപ്പിൾസിൽ ആദ്യം വരുന്ന സംഗതി ഓരോ സമിതികളെന്ന് പറയുന്ന യൂണിറ്റുകളും മിനിയേച്ചർ ഫോം ഓഫ് പ്രശാന്തി നിലയം എന്നാണ്. അതിൻ്റെ കോൺസെപ്റ്റ് അതാണ്. പ്രശാന്തി നിലയത്തിൻ്റെ ചെറു രൂപങ്ങളാണ് ഓരോ സത്യസായി സമിതികൾ. അതിൽ നല്ല വ്യക്തമാണ് എങ്ങനെയാണ് സമിതി പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. എങ്ങനെയാണോ കാര്യങ്ങൾ പ്രശാന്തി നിലയത്തിൽ നടക്കുന്നത് അതിൻ്റെ ചെറു രൂപങ്ങളായിട്ട് വേണം സമിതികൾ പ്രവർത്തിക്കാൻ. ഒരിക്കലും പ്രശാന്തി നിലയം ക്ഷേത്രമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. സമിതികളും ക്ഷേത്രങ്ങളല്ല. ഒരിക്കലും ക്ഷേത്രം പോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്ഷേത്രമാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രമാക്കുമ്പോൾ ഒരുപാട് താന്ത്രിക രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ അവിടെ നടക്കും. അപ്പോൾ അവിടെ പ്രവേശിക്കാനുള്ള നിയന്ത്രണങ്ങൾ വരും. അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഭഗവാൻ അത് ക്ഷേത്രങ്ങളാക്കി മാറ്റരുതെന്ന് പറയാനുള്ള ഉദ്ദേശം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ ഒരു അംഗമാകുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാവർക്കും ഇതിൽ മെമ്പേഴ്സാകും പ്രത്യേകം ക്വാളിഫിക്കേഷനൊന്നുമില്ല. 18 വയസ്സ് കഴിയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സത്യസായി പ്രിൻസിപ്പിൾസ് എല്ലാം അതുപോലെ ഫോളോ ചെയ്യാനുള്ള ഒരു ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പിൻ്റെ പ്രത്യേകത വേറെ ഒരു സംഘടനയും ഇല്ലാത്ത ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇതിന് മെമ്പർഷിപ്പില്ല, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഇല്ല, അതൊന്നും പാടില്ല എന്നും കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ ആലോചിക്കുന്നൊരു വിഷയമാണ് പിന്നെ സമിതികളിലെ കാര്യങ്ങളൊക്കെ, സാമ്പത്തിക ബാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ സമിതികളിൽ എങ്ങനെ നടക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയം. ഇതിനും ഭഗവാൻ നിർദ്ദേശമുണ്ട്. സമിതിയിലുണ്ടാകുന്ന ചെലവുകൾ സമിതി അംഗങ്ങൾ തന്നെ ഷെയർ ചെയ്യുക. ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ലേ കേട്ടോ, അതും ശ്രദ്ധിക്കണം. ഈക്വൽ ഷെയർ അല്ല, ഓരോരുത്തരുടെ പരിമിതിക്കനുസരിച്ച് അത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം സത്യസായി വില്ലേജ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമൊക്കെ തുടങ്ങിയ കാലത്ത് ഭഗവാൻ തന്നെ മനസ്സിലാക്കി ഒരുപാട് ചിലവുകൾ വരുന്ന കാര്യമാണ്. അപ്പോൾ ചിലവ് എങ്ങനെ മീറ്റ് ചെയ്യുമെന്നുള്ളതിന് ഭഗവാൻ തന്നെ ഒരു ദിവസം അന്നവിടെ അസംബിൾ ചെയ്ത, അന്ന് കേരളത്തിൻ്റെ സർവീസ് ടൈമായിരുന്നു, അന്നവിടെ അസംബിൾ ചെയ്ത ഓഫീസ് ബെയറേഴ്സിനെല്ലാം വരാൻ പറഞ്ഞു. വരാന്തയിൽ എടുത്തിട്ട് ഭഗവാൻ ഒരു 20 മിനിറ്റ് സംസാരിച്ചു. എനിക്ക് നല്ലവണ്ണം അറിയാൻ നിങ്ങളെടുക്കുന്ന പ്രോജക്ട്സിനൊക്കെ ചിലവുകളുണ്ട്, പക്ഷേ എങ്ങനെ അത് മീറ്റ് ചെയ്യും? നമുക്ക് പണം ഒരിക്കലും പിരിക്കാൻ പാടില്ല. ഒരു വീട്ടിലും ഒരു ഷോപ്പിലും പോയി നമ്മൾ കാശ് ചോദിക്കാൻ ഒരു വ്യക്തിയോടും ചോദിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഈ ചിലവുകൾ നമ്മൾ മീറ്റ് ചെയ്യും? ഭഗവാൻ തന്നെ ഉത്തരം പറയുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ബാങ്ക്സ്, പബ്ലിക് അണ്ടർടേക്കിങ്സ്, വലിയ വലിയ ഓർഗനൈസേഷൻസ്, ഇൻഡസ്ട്രീസ് ഫേംസ്, അവർക്കെല്ലാം ചാരിറ്റിക്ക് വേണ്ടി ഒരു പേഴ്സൻ്റ് മാറ്റിവെക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഇൻകം ടാക്സ് എക്സംപ്ഷനും സർക്കാർ കൊടുക്കുന്നുണ്ട് ഫോർ ചാരിറ്റി ചിലവാക്കിയാൽ. അങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഏതെങ്കിലും പ്രോജക്റ്റ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാമെന്ന് ഇവിടെ ഇരുന്നവരുടെ മുഖത്ത് നോക്കി ഭഗവാൻ പറഞ്ഞ ഒരു നിർദ്ദേശമാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി ബഡ്ജറ്റ് ഉണ്ടാക്കുകയല്ല. നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തിക്കാൻ കഴിയുമെന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അതിന് വേറൊരു കമാൻഡ് കൂടെ വന്നു, ഭഗവാന്റെ കമാൻഡ്. അന്ന് വളരെ ചെറിയ എമൗണ്ട്, 100 രൂപയാണ് നിന്റെ ബഡ്ജറ്റെങ്കിൽ
നിനക്ക് 99 രൂപ വരെ ചിലവാക്കാനുള്ള അധികാരമുണ്ട്, 100 തികയാൻ പാടില്ലെന്ന്. ഇത്ര കർക്കശമായിട്ടാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഭഗവാൻ നമുക്ക് ഉപദേശം തന്നിട്ടുള്ളത്. സമിതികളൊക്കെ ഒരുപാട് സമിതികൾ വരുന്നു, സമിതികൾ സ്വന്തമായിട്ട് ആസ്ഥാനം വരുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ സമിതിയുടെ 4 ചുറ്റുമതിലിനകത്ത് ചുവരുകളിൽ നിന്നല്ല നമ്മുടെ പ്രവർത്തനമെന്നും ഭഗവാൻ പറഞ്ഞു. പുറത്തു പോകണം. സേവനമില്ലെങ്കിൽ സത്യസായി സേവാ സമിതികളില്ല. സേവനമാണ് നമ്മുടെ മുഖമുദ്ര. സത്യസായി സേവാ ഓർഗനൈസേഷനാണ്, സ്പിരിച്വൽ മാത്രമല്ല. സർവീസ് ഓറിയൻറ്റഡ് സ്പിരിച്വൽ ഓർഗനൈസേഷൻ എന്നാണ് എൻ്റെ വ്യാഖ്യാനം. അപ്പോൾ സേവനത്തിന് ഭഗവാൻ ഇപ്പോൾ സെൻറ്ററി സെലിബ്രേഷൻ വരുന്നു. അവസാനമായിട്ട് ഭഗവാൻ സെലിബ്രേറ്റ് ചെയ്ത് ആ ഫിസിക്കൽ ബോഡിയുള്ളപ്പോൾ 80th ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അന്നും ഭഗവാൻ അനൗൺസ് ചെയ്ത് കുറേ പ്രോജക്ട്സാണ്. നമുക്കവിടെ ഫ്രീ ഫുഡ് തരുന്നു, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഭഗവാന്റെ പ്രോജക്ട്സ് അന്ന് എന്തൊക്കെയാണെന്ന് ഓർമ്മ വെച്ച് നോക്കിയാൽ സത്യസായി വില്ലേജ് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് അന്ന് അനൗൺസ് ചെയ്ത പ്രോജക്റ്റാണ്. സത്യസായി വിദ്യാവാഹിനി പ്രോജക്റ്റ്, മെഡിക്കെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നു. സോഷ്യോ കെയർ, മെഡിക്കെയർ, എഡ്യൂക്കെയർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭഗവാൻ അന്ന് പറഞ്ഞു. എന്തിനാണ് ഇതെല്ലാം വളരെ ഡിസർവിങ് ആയിട്ടുള്ള ആ വാക്ക് നമ്മളെപ്പോഴും അണ്ടർലൈൻ ചെയ്യണം, ഡിസർവിങ് എന്നുള്ളത്. ഓൺലി ഫോർ പൂർ ക്ലാസ്. നമ്മൾ നാരായണ സേവ പോലും പറയുന്നത് എന്താണ്? നാരായണ സേവ എന്ന് പറയുന്നെങ്കിലും അതെൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ദരിദ്ര നാരായണന്മാരാണ്. അപ്പം 4 നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിഥി സൽക്കാരമാണ്, അതൊരിക്കലും നാരായണ സേവയല്ല. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് നാരായണ സേവ. അങ്ങനെ അതിനെ കാണാൻ നമുക്ക് കഴിയണം. അടുത്ത ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിലാണ്. പ്രധാന ഒരു കാര്യമാണ്. ഇന്നത് നമ്മുടെ ആധുനിക സമൂഹത്തിൽ അതൊക്കെ എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ സമിതികളെങ്കിലും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇത് പിന്നെ വേറെ സമൂഹത്തിൽ നമുക്ക് എത്തിക്കാൻ പോലും പറ്റില്ല. സത്യസായി സേവ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏതൊക്കെ സമ്മേളനങ്ങളുണ്ടായാലും ലേഡീസും ജെൻസും ഇരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അതിന് നമ്മൾ വേറൊരു ലേഡീസിനെ പ്രത്യേകിച്ച് ഇരുത്തി കളയുന്നുള്ള വേറൊരു അപകർഷതാ ബോധമൊന്നുമല്ല അവർ തോന്നേണ്ടത്. ഏറ്റവും കൂടുതൽ ഫ്രീഡം, അവരുടെ പ്രൈവസി, അവർക്കുള്ള ഫ്രീഡം കൊടുത്തിട്ടുള്ള സംഘടനയാണ് സത്യസായി സേവാ സംഘടന. അതുകൊണ്ടാണ് 20,000 പേരിരിക്കുന്ന സദസ്സ്, അതായത് നമ്മുടെ സായി കുലോന്ത് ഹാൾ, അവിടെയും സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഇരുത്തേണ്ട ഉദ്ദേശം ഭഗവാൻ അതാണ് കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് അനാവശ്യമായിട്ട് സ്ത്രീകളുടെ സൈഡിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അവരുടെ പ്രൈവസിയെ ബാധിക്കും, അവരുടെ ഫ്രീഡത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഉന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പറയാൻ കാരണം. ഒരു ഇൻസ്റ്റൻസ് പറയാം. പൂർണ്ണചന്ദ്ര ഹാളിൽ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുക. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യജ്ഞം നടക്കുന്ന സമയമാണ്, പുരുഷ സപ്താഹ യജ്ഞം. ആ സമയത്ത് അതിന് കൺക്ലൂഡിങ് സെറിമണി, പൂർണ്ണാഹുതി നടക്കുന്ന സമയത്ത് ഭയങ്കര ക്രൗഡാണ്. പ്രത്യേകിച്ച് ആന്ധ്രയിലും വില്ലേജിലുള്ള എല്ലാ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവരിത് ഭഗവാനെ കാണാൻ വരും. ആ സമയത്ത് ഭഗവാൻ ദർഭമുണ്ട്, തീർത്ഥം എല്ലാവരും പുറത്തും തളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ആളകത്ത് കിടക്കുന്നത്. അങ്ങനെ അന്ന് ഏറ്റവും കൂടുതൽ ഈ വലിയ ഫെസ്റ്റിവൽ വരുമ്പോൾ എത്ര സേവാദളുണ്ടെങ്കിലും ആന്ധ്രയെന്ന് അവരുടെ സ്റ്റേറ്റല്ലേ കുറേ കൂടുതൽ സേവാസ് ആന്ധ്രക്കാർ കൊണ്ടുവരും. അവരൊക്കെ തന്നെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. കാരണം ഏത് സാഹചര്യം ഫേസ് ചെയ്യാനും നിൽപ്പുണ്ട്. ഒരു ടാസ്ക് ഫോഴ്സ് പോലെയാണ്. ആ സമയത്ത് ലേഡീസ് സൈഡിൽ, പൂർണ്ണേന്ദ്ര ഹാൾ ലേഡീസ് സൈഡിൽ ഭയങ്കര ഒരു ക്രൗഡ് ഫോം ചെയ്തു. അവരെല്ലാം ഹാളിനകത്ത് തള്ളി കയറുകയാണ്. സ്റ്റാമ്പഡ് ഉണ്ടാവുമെന്ന് വരെ സംശയിച്ചു. സ്വാമി സ്റ്റേജിലിരിപ്പുണ്ട്. കുറേ നോക്കിയിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾ സേവാദൾസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് കഴിയുന്നില്ല. നിവൃത്തിയില്ലാന്ന് ഭഗവാൻ ഇങ്ങനെ ജനസൈഡിലേക്ക് കൈ കാണിച്ചു, ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ ഹെൽപ്പ് ചെയ്ത രീതി നമ്മൾ നോക്കണം. ഓടിപ്പോയി സ്ത്രീകളെ തള്ളി മാറ്റുകയല്ല, അവർ സ്പർശിക്കുക പോലും ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്താ ചെയ്തത്? ഒരു ലോങ് ബെഞ്ച് അവിടെ ഉണ്ടായിരുന്നു, ലോങ് ബെഞ്ച്. ആ ഒരു ബെഞ്ച് എടുത്ത് മെയിൽ സേവാൾസ് എല്ലാം എൻ്റെ പുറകെ നിന്നിട്ട് ഈ ബെഞ്ച് കൊണ്ട് വരെ പുഷ് ചെയ്ത് ഇങ്ങനെ കുറേശ്ശെ പുറത്തോട്ടാക്കി ചെയ്തു. കാണേണ്ട ഒരു സംഭവമായിരുന്നു. വലിയ ക്രൗഡിനെ അങ്ങ് ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകാത്ത രീതിയിൽ അവർ പുറത്താക്കി, ഷട്ടർ ഇട്ടു,
പിന്നെയാണ് ആ ഫംഗ്ഷനൊക്കെ കൺക്ലൂഡ് ചെയ്തത്. കൺക്ലൂഡ് ചെയ്തതിന് ശേഷം ഭഗവാൻ ഷട്ടർ ഓപ്പൺ ചെയ്ത് പുറത്തു പോയി അവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും ദർശനവും കൊടുത്തു, പ്രസാദവും കൊടുത്തു. ഇതാണ് നമ്മുടെ വേ ഓഫ് ആ സെഗ്രിഗേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന വലിയ ഒരു അതിശയമാണ്. വേറെ ഒരു സമൂഹത്തിലും ഒരു വേദിയിലും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. അത് മാത്രമല്ല, വേറൊരു സംഭവം കൂടെ നമ്മൾ അറിയണം. ഒരു കോൺവൊക്കേഷന് അന്ന് ചീഫ് ഗസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ശങ്കർ ദയാൽ ശർമ്മ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വിമല ശർമ്മ. അറിയാമല്ലോ അവരുടെ പൊസിഷൻ, അവരുടെ പ്രോട്ടോക്കോളൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. അവർ സായി കുൽവന്ത് ഹാളിലേക്ക് വരുമ്പോൾ അപ്പം ഭഗവാൻ അവിടെ ഇല്ല, ഭഗവാൻ വന്നിട്ടില്ല. കാണുന്നത് അവരെ ഒബ്സർവ് ചെയ്തു. കാരണം ജെൻസ് എല്ലാം ഒരു സൈഡിൽ, ലേഡീസ് എല്ലാം വേറൊരു സൈഡിലായിരിക്കുന്നു. ശങ്കർദയാൽ ശർമ്മ നേരെ വന്ന് സ്റ്റേജിൽ കയറി. അദ്ദേഹം നിലത്തായിരുന്നത്, ഡയസിൽ നിലത്തിരുന്നു. പ്രസിഡൻ്റ് അങ്ങനെ നിലത്തിരിക്കാൻ പാടില്ലെന്നൊക്കെ പ്രോട്ടോക്കോളുണ്ട്. പക്ഷേ ഒരു പബ്ലിക് ഫംഗ്ഷന് അത് കഴിഞ്ഞ് വിമല ശർമ്മ ലേഡീസ് സൈഡിലേക്ക് പോയി. ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. അവരുടെ ADCമാരെല്ലാം ഇങ്ങനെ ഓടുന്നുണ്ട്, അങ്ങനെ വേണ്ട ഒരുമിച്ചിരിക്കണമെന്നൊക്കെ പറയാൻ. പക്ഷേ അങ്ങനെ തന്നെ അവർ ചെയ്തു. കൺക്ലൂഡിങ് സ്വാമി കോൺവൊക്കേഷൻ ഇനോഗ്രേഷൻ സ്വാമി ചെയ്ത ആ സമയത്താണ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയെ ഭഗവാൻ കൈപിടിച്ച് ചെയറിലേക്ക് ഇരുത്തിയത്. ഇത്ര ഉന്നത സ്ഥാനീയർ വരെ ഈ കണ്ട ആ സെഗ്രിഗേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള സ്പിരിച്വൽ സെൻറ്റേഴ്സിന് നല്ലതാണ് എന്ന് വിധിയെഴുതിയതിൻ്റെ പേരിലാണ് അത് അവരങ്ങനെ മാറിയിരിക്കാൻ കാരണം. ഇതൊരു പ്രധാന കാര്യമാണ്. ഇന്ന് സത്യസായി സേവാ സംഘടനയിലെ യങ്സ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സമിതി ഹാളിൽ പോലും നമ്മൾ ആ ഒരു ഭഗവാന്റെ ഒരു ദിവ്യ പാത നമ്മളവിടെ ഇടാറുണ്ട്, ഡിവൈൻ പാത്ത്. അതിനപ്പുറം വാസ്തവത്തിലേക്ക് ക്രോസ് ചെയ്ത് അപ്പുറം രണ്ട് ഭാഗവും പോകേണ്ട ഒരു വിഷയവും നമുക്കില്ല. അത്രത്തോളം സൂക്ഷ്മമായിട്ട് അത് നിരീക്ഷിക്കണം. ഇത് അടുത്ത ജനറേഷന് കൊടുക്കേണ്ട ഒരു വലിയ മെസ്സേജാണ്. പിന്നെ ഭഗവാൻ പറഞ്ഞ ഒരു കോർ പ്രിൻസിപ്പിൾസിലൊരു കാര്യം, സത്യസായി സേവാ സംഘടന എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, വളരെ യുണീക്ക് ഓർഗനൈസേഷനാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു സത്യസായി വേറൊരു സേവാ ഓർഗനൈസേഷൻ നമ്മുടെ ഭാരതത്തിലില്ല, വെളിയിലില്ല. അതിൻ്റെ മെമ്പർഷിപ്പ് തന്നെ മോർ ദാൻ 7 lakhs ആണ് സേവാദൾ മെമ്പർഷിപ്പ്. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു സംഘടനയായിട്ട് ഇതേ കാര്യങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആണെന്നുള്ള ധാരണയിൽ നമ്മൾ വേറൊരു സംഘടനയിൽ ഐഡൻറ്റിക്കലായിട്ടുള്ള സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. വേറെ ഒരു സംഘടനയായിട്ട് നമ്മൾ അഫിലിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേക നിർദ്ദേശമാണ്. അതുപോലെ തന്നെയാണ് കോർ പ്രിൻസിപ്പിളിൻ്റെ വേറൊരു കാര്യമാണ്, ഗവൺമെൻറ് ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് നമുക്ക് ടേക്കപ്പ് ചെയ്യാം, പക്ഷേ ഗവൺമെൻറ്റിനായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ് ഏജൻസിയായിട്ട് നമ്മളൊരു ആക്ടിവിറ്റിയും നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല. ഇതെല്ലാം കോർ പ്രിൻസിപ്പിൾസിൻ്റെ ഓരോ പ്രധാന കാര്യമാണ്. ഡ്രസ് കോഡ് നമുക്കറിയാം. പ്രശാന്ത് നിലയത്തിലേക്ക് നമ്മൾ കടക്കുമ്പം തന്നെ അവിടെ ആദ്യം എഴുതി വച്ചിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്, എത്ര ശ്രദ്ധിക്കുമെന്നറിയില്ല, എൻട്രി ടു ആശ്രം ഈസ് റെസ്ട്രിക്റ്റഡ് എന്നല്ല ഒരു വാക്കെന്തോ അങ്ങനെ ഉണ്ട്. എല്ലാവർക്കും ആശ്രമത്തിൽ പ്രവേശിക്കാം, ദർശനത്തിന് പോകാം, പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു നിയന്ത്രണം ഉള്ളതായിട്ട് നമുക്കറിയില്ലെങ്കിലും മനസ്സിലാക്കണം. എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ പരിമിതികളുണ്ടെന്ന അർത്ഥം. അപ്പം നമ്മൾ ഡ്രസ് കോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ പുരുഷന്മാർ മിക്കവാറും അവിടെ പോകുന്ന ഡിവോട്ടീസ് പാൻസ് ഷർട്ട് അല്ലെങ്കിൽ ധോത്തി ഷർട്ടായിരിക്കും, ലേഡീസ് സാരി ആയിരിക്കും. ഇപ്പം വേറൊരു രീതി വന്നുകൊണ്ട് അവരുടെ വേഷം ധരിക്കും. പക്ഷേ ചുരിദാർക്ക് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് എന്താണ്, അവർക്ക് ഷോള് വേണം. ഷോളിടാതെ അവർ ദർശന ഹാളിലേക്ക് ആരും പ്രവേശിപ്പിക്കില്ല. അവിടെ നിൽക്കുന്നത് സേവാൾസ് നോക്കും. പുരുഷന്മാരുടെ സൈഡിൽ എന്തൊക്കെ നോക്കും, പാൻസ് പറ്റും, ധോത്തി പറ്റും, ഹാഫ് പാൻസ് പറ്റില്ല. കൊച്ചു കുട്ടികളാണെങ്കിൽ മാത്രമേ അത് സമ്മതിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അഡൽട്ടായി കഴിഞ്ഞാൽ ഹാഫ് പാൻസ് ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയൊക്കെ വേഷങ്ങളുണ്ടല്ലോ, അവർ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഡ്രസ് കോഡിലും ഉണ്ട്.
ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രശാന്ത് നിലയം സമിതി എന്ന് പറഞ്ഞ് മിനിയേച്ചർ ഫോം പ്രശാന്ത് നിലയം, ഇത് നമ്മുടെ സമിതിയിലും പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസിനും കാര്യം, ഇതിലൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതാണ് സിസ്റ്ററെ ഷോൾ വേണം അകത്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ ബ്രദർ ഇതിനെ ആ പാൻസ് പറ്റില്ല, നമ്മളങ്ങനെ പറയാനുള്ള ഒരു സംഗതി നമുക്കുണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും വലിയൊരു സംഗതി ഞാൻ ആദ്യത്തെ പറഞ്ഞു, എല്ലാവരും സേവാദൾ മെമ്പേഴ്സാണ്. അപ്പം ഭഗവാന്റെ ഒരു മെസ്സേജ് ഇല്ലേ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ഓരോ കർമ്മങ്ങൾ അവിടെ നിറവേറ്റാനായിട്ട് ഒരുപാട് പേരെ വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ വ്യക്തികളെ ഭഗവാൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുമായിട്ടാണ് ഓരോ പ്രോജക്റ്റും ഭഗവാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് വേണം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബാഡ് സെൻസിൽ കാണരുത്. കാര്യങ്ങൾ പ്രധാനമായിട്ട് പ്രാപ്തിയുള്ള ആളുകൾ. ആ പ്രാപ്തി എന്നുള്ള വാക്ക് വളരെ പ്രസക്തിയുള്ള വാക്കാണ്. ഭഗവാൻ എപ്പോഴും പറയും, നിനക്ക് എന്നെ കാണാൻ വരാനുള്ള പ്രാപ്തി ആയില്ലെന്ന് പറഞ്ഞാൽ സമയമായില്ലെന്നും കൂടെ അർത്ഥമുണ്ട്. പോട്ടെ, അപ്പോൾ ആ പ്രാപ്തി ഉള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ വേണം നമ്മൾ നമ്മുടെ സമിതി തലത്തിലോ ജില്ലാ തലത്തിലോ പ്രോജക്ട്സൊക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പം അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയനും അവരുടെ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരുന്നാൽ പ്രോജക്ട്സൊക്കെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ കഴിയും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, നമുക്ക് ഈ സൂപ്പർവൈസറി സേവ എന്നുള്ള സംഗതി ഇല്ലല്ലോ. നമ്മളെല്ലാം സേവതലാണ്, ആദ്യം എപ്പോഴെപ്പോഴും പറയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനൊരു കമാൻഡ്, ഭഗവാന്റെ ഒരു കമാൻഡുണ്ട്, ഡു വാട്ട് ഐ സേ, നോട്ട് ഡു വാട്ട് ഐ സേ, നോട്ട് ഡു വാട്ട് ഐ സേ. ഞാൻ പറയുന്നതല്ല ചെയ്യേണ്ടത്, ഡു വാട്ട് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇതാണ് ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നമ്മുടെ സായി ഓർഗനൈസേഷനിൽ പ്രാവർത്തികമാക്കേണ്ട വിഷയം. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് സൗഹൃദമില്ലാതെ ഒരു അന്തരീക്ഷം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ കമാൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ആ കമാൻഡ് അവിടെ വേറൊരു വളരെ പ്രസിദ്ധമായ ഭാഗൻ്റെ ഒരു സേയിങ്സ് ഉണ്ടല്ലോ, പുട്ട് ഇൻ ടു പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച്. നീ പറയുന്നതിന് മുമ്പേ, പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ നീ അതൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതാണ് വലിയൊരു പ്രസിദ്ധമായ വളരെ ഗ്രേറ്റ് ഒരു സേയിങ്സാണ് ഭഗവാൻ്റെ, പുട്ട് ഇൻ ടു പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച്. അപ്പോൾ അത് വേണ്ടേ. സമിതി ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കും. അപ്പം നമ്മളെന്താണ്, ആദ്യത്തെ ഫോർമോസ്റ്റ് സ്പിരിച്വൽ ആക്ടിവിറ്റി എന്താണ് എല്ലാവർക്കും അറിയാം, ഓംകാരം സുപ്രഭാതം നാരസങ്കീർത്തനം. എല്ലാ സമിതിയിലും നടക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രശാന്ത് നിലയത്തിൽ അതെന്നും നടക്കുന്നുണ്ട്. നമ്മുടെ പരിമിതികൾ വെച്ച് നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമാക്കി ചുരുക്കുന്നു, പക്ഷേ നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെ നടക്കുന്ന നാരസങ്കീർത്തനത്തിൽ കൺവീനറോ അല്ലെങ്കിൽ സം റെസ്പോൺസിബിൾ പേഴ്സൺ, സ്പിരിച്വൽ കോർഡിനേറ്റർ അനൗൺസ് ചെയ്യാൻ, വ്യാഴാഴ്ച നാരസങ്കീർത്തനമുണ്ട്, എല്ലാവരും 4:30 മണിക്ക് സമിതിയിലെത്തണമെന്ന് പറയും. ഈ അനൗൺസ് ചെയ്ത വ്യക്തി വരാതിരുന്നാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. അദ്ദേഹമാണിത് പറയുന്നത്, പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനം പറയുന്ന വ്യക്തി പോലും പാലിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നതാണ്, നീ ചെയ്യാത്ത കാര്യം നീ എത്ര ഉറക്കെ കൽപ്പിച്ചാലും എത്ര ഉറക്കെ കമാൻഡ് ചെയ്താലും അതിന് ഒരു ശക്തിയും ഉണ്ടാവില്ല. ഇതൊരു വലിയ ഒരു സന്ദേശമാണ്, പുട്ട് ഇൻ ടു പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച്. ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല, ഉറപ്പാണ്. കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്കൊരു മെനു ഉണ്ടല്ലോ, ഇവിടെ പോയാലും മെനു ഉള്ള കാലമാണ്. അതിൽ ഒരുപാട് ഐറ്റംസ് കാണും, നമുക്ക് ഇഷ്ടമുള്ളതിൽ നമ്മൾ എടുക്കുകയുള്ളൂ എന്ന് പറയും പോലെ സമിതിയിൽ അനൗൺസ് ചെയ്യുമ്പം ന്യൂമറബിൾ ആക്ടിവിറ്റീസ്, ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതേതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഒരു സേവാദൾ മെമ്പർ അല്ലെങ്കിൽ സമിതി മെമ്പർ അയാളുടെ ജീവിത വ്രതമാക്കി മാറ്റണം. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും. എല്ലാം ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഞാൻ പരിമിതികൾ വെച്ച് പറയുകയാണ്. ഒന്നെങ്കിലും നമ്മുടെ ജീവിതം ടിൽ അവർ ലാസ്റ്റ് ബ്രത്ത്, അത് വലിയൊരു കാര്യമാണ്. ഒരിക്കൽ വളരെ വയസ്സായ ഒരു അമ്മയുടെ സ്വാമി ചോദിച്ചു, നീ ഇപ്പോൾ ഇതിനൊന്നും ആക്റ്റീവല്ലേ, എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞേക്ക്, നീ കിടക്കയിൽ കിടന്നാൽ പോലും നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണ്? കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവരെ വിളിച്ച് വാല്യൂ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, അവർ രസിക്കും. പ്രത്യേകിച്ച് മുത്തശ്ശി പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ പോലും ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എപ്പോഴും ഭഗവാന്റെ നാമം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് അതുതന്നെയാണ്, സദാ സർവദാ ഹരിചിന്തനം. അപ്പോൾ ഒരു രൂപം, ഒരു
നാമം. ഇതാണ് ഭഗവാൻ നമ്മോട് പറഞ്ഞിട്ടുള്ള ധ്യാനത്തിൻ്റെ പ്രധാന ഒരു പോയിൻ്റ് ഓഫ് ആക്ഷൻ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, സേവനം ചെയ്യാതെ യുവർ ഹ്യൂമൻ ബോഡി ഈസ് ടു ഹെൽപ്പ് അതേഴ്സ് എന്നൊരു സ്വാമി പറഞ്ഞു. നിൻ്റെ ശരീരം വേറൊരാളെ സഹായിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. സേവനത്തിന് ഒരു പരിമിതിയില്ല. എന്ത് സേവനം, വേറൊരു വ്യക്തിക്കോ സമൂഹത്തിനോ പ്രയോജനകരമായ ഏത് ആക്ടിവിറ്റിയും നിങ്ങൾക്ക് സേവനമായിട്ട് എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വാസ്തവം പറഞ്ഞാൽ സേവനത്തിനാണ് ഏറ്റവും ആൾ കുറവല്ലേ. നമുക്കതൊരു അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് തന്നെ സേവാ സംഘടന എങ്കിലും നമുക്ക് അതിനു വേണ്ടി ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ആ രീതി പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സിദ്ധാന്തം ഓരോ വ്യക്തിയും അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇത് കണ്ട് നമ്മളോട് ജോയിൻ ചെയ്യാൻ അനേകം പേരെത്തും എന്നുള്ള യാതൊരു സംശയമില്ല. സമിതികളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു ചെറിയ വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. പ്രശാന്തനിലയത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സിൻ്റെ ലഘുരൂപങ്ങൾ നമ്മുടെ സേവന പന്താവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമിതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ വരണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമായിട്ട് നടക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. നമ്മളെ സമിതികളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ബാധ്യസ്ഥരാണ്. ഒരു സമിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ ഒരു 4-5 ഭജന മണ്ഡലികൾ കാണും. അതൊരു ഘടകമാണ്, ആവശ്യമുള്ളൊരു സമ്പ്രദായമാണ്. ബാല്യവികാസ് കമ്പൽസറിയാണ്. ബാല്യവികാസം ഇല്ലാത്തൊരു സമിതി പ്രവർത്തിക്കാനേ പാടില്ല. ബാല്യവികാസ് എന്ന് പറയുമ്പോൾ ഭഗവാനത് എല്ലാവർക്കും അറിയാമല്ലോ. ലോകവികാസ് ത്രൂ ബാല്യവികാസ് എന്നൊക്കെ ഒരുപാട് സ്ലോഗൻസ് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാലവികാസിൽ ഏറ്റവും സമർത്ഥമായിട്ട് കുട്ടികൾക്ക് വാല്യൂ എഡ്യൂക്കേഷനാണ്, കരിക്കുലമാണ്. അതിന് കൊടുക്കുന്ന തരത്തിൽ ഉള്ള നല്ലവണ്ണം എക്യൂപ്പ് ചെയ്ത ഗുരൂസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് വേണം ക്ലാസ് എടുക്കാൻ. അതിന് ഗുരൂസിനെ എക്യൂപ്പ് ചെയ്യണം. ഫ്രീക്വൻ്റായിട്ട് അവർക്ക് ക്ലാസ്സുകൾ നടത്തണം. ഗുരുക്കന്മാർക്ക് പ്രത്യേക കോച്ചിങ് കോഴ്സുകൾ നടത്തണം. എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. വേണ്ടി വന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്, കുറച്ച് കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് കുട്ടികൾക്ക് കോവിഡ് സമയത്തൊക്കെ LKG പോലും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം ഇപ്പോൾ കുട്ടികളെല്ലാം മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാനും ഡിജിറ്റൽ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അപ്പം അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടത്താൻ കഴിയണം. മഹിളാ യൂണിറ്റ് വിത്ത് സ്പെസിഫൈഡ് ആക്ടിവിറ്റി എന്നാണ്. വെറുതെ ഒരു മഹിളാ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അവർ നടത്തേണ്ടതായ ആക്ടിവിറ്റീസ് ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച് കൊടുക്കണം. ഇന്ന ആക്ടിവിറ്റീസ് കമ്പൽസറി ആയിട്ട് മഹിളാ വിഭാഗം നടത്തിയിരിക്കണം. അതുപോലെയാണ് സേവാദൾ വിങ്. സേവാദൾ വിങ് ഇല്ലാത്ത ഒരു സമിതി ഇല്ലല്ലോ. അപ്പോൾ എല്ലാ ആളുകളും അംഗങ്ങളും സേവാദൾ മെമ്പേഴ്സാണ്. അവരെ എപ്പോഴും നമ്മൾ ഓരോ ആക്ടിവിറ്റി കൊടുത്ത് അവരെ എപ്പോഴും എക്യുപ്പായിട്ട് നിർത്തണം. കാരണം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പണ്ട്. ടാസ്ക് ഫോഴ്സ് ഉണ്ട്. എന്തെങ്കിലും ഒരു സമൂഹത്തിനൊരു ആവശ്യം വന്നാൽ ഇവരുടെ സേവനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അവരെ കാര്യക്ഷമമാക്കി നിർത്തണമെന്നാണ് സേവാദൾ മെമ്പേഴ്സിൻ്റെ ഉദ്ദേശം. അതുപോലെയുള്ളതാണ് യൂത്ത് വിങ്. ചെറിയ തലമുറയെ നമ്മൾ ഒരു സെക്കൻഡ് ലൈനിൽ എപ്പോഴും ഭാവം പറയും, സെക്കൻഡ് ലൈൻ ഫോം ചെയ്യണം. സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം നമ്മൾ സമിതികളിൽ പോയാൽ ഭജന പാടുന്നവർ പല സമിതികളിലും 80 കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ 70 കഴിഞ്ഞവരാണ്. ആ ഒരു സ്ഥിതി മാറ്റിയെടുക്കണ്ടേ നമ്മൾ? യങ്സ്റ്റേഴ്സിനെ അവർ കൊണ്ടുവരണ്ടേ? അപ്പോൾ ഈ എല്ലേഴ്സിനെ പറയും അവരോട് പാടിയാൽ ശരിയാവില്ല, ശ്രുതി പോവും. ഈ ശ്രുതിയൊക്കെ എപ്പോഴാണ് വന്നത്? പണ്ടിതൊന്നും ഇല്ലാതെ നമ്മൾ ഭജന നടത്തിക്കൊണ്ടിരുന്നില്ലേ? ഇടയ്ക്ക് ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു കുറേ കേരള നമ്മുടെ കേരള ലെവലിൽ കുറേ ബാലവികാസ് കുട്ടികളെ പുട്ടപ്പുറത്തേക്ക് കൊണ്ടുപോയി. 100-200 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് സെഷൻ കൊടുത്തു സ്വാമി ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം 2-3 മണിക്കൂർ ഒരുപാട് ചിലവഴിച്ചു. ആ സമയത്ത് കുട്ടികളുടെ ഭജന നടത്താൻ പറഞ്ഞു. ഇവർ ഭജന പാടി തുടങ്ങിയപ്പോൾ അരമണിക്കൂറായി, 1 മണിക്കൂറായി. കുട്ടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഭജനയെല്ലാം തീർന്നു. സ്വാമി സ്റ്റോപ്പ് ചെയ്യാനും പറയുന്നില്ല. കുട്ടികൾ ആ പടം വിഷമിച്ചു. പിന്നെയും കുട്ടികളിൽ നിന്നപ്പോൾ അവസാനം കുട്ടികളുടെ ഭാവം കണ്ടപ്പോൾ സ്വാമി ആരതിയെടുക്കാൻ പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു
പ്രശാന്തലയം 10 ക്വാളിറ്റി ഒന്നും അതിലില്ലായിരുന്നു. പക്ഷേ ഭഗവാൻ ശ്രദ്ധിച്ച കുട്ടികളുടെ ഭാവമാണ്. അവർ പാടുന്ന ആ ഭാവശുദ്ധിയാണ് ഭഗവാൻ കണ്ടത്. അതുകൊണ്ട് അവർക്ക് ഇത് നമ്മൾ പരിപാലിക്കണം. നമ്മുടെ സമിതികളിൽ കുട്ടികൾ ബാല്യവികാസ്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് 3 കഴിഞ്ഞ കുട്ടികൾക്ക് സമിതിയിൽ ഭജന പാടാൻ അവസരം കൊടുക്കുക തന്നെ വേണം. അതിന് ഒരുപാട് വിഘാതങ്ങൾ എൽഡേഴ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കണക്കിലെടുക്കരുത്. ഇവരെ കാലം കഴിഞ്ഞ് അടുത്ത് സെക്കൻഡ് ലൈൻ ഫോം ചെയ്ത് നിർത്തണ്ടേ? ആ സെക്കൻഡ് ലൈൻ അവരും അടുത്ത സെക്കൻഡ് ലൈൻ ഉണ്ടാക്കണ്ടേ? അതും സെക്കൻഡ് ലൈൻ അവർ ഫ്രണ്ട് ലൈൻ ഫോർ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവരും സെക്കൻഡ് ലൈൻ ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഒരു സിദ്ധാന്തം വേണം. അതാണ് യൂത്തിനെ എപ്പോഴും ഭഗവാൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും. യൂത്ത് വിങ് വിത്ത് ആൾസോ സ്പെസിഫിക് ആക്ടിവിറ്റി. അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, എൽഡേഴ്സിൻ്റെ ഗൈഡൻസ് വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ജില്ലാ തലത്തിൽ സ്പെസിഫിക് ആക്ടിവിറ്റി ഇന്നതിനൊക്കെയാണ് യൂത്ത് വർക്ക് ചെയ്യാനുള്ളത്, സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമിതിക്ക് വേണ്ടി. അതിനുള്ള സംഗതി സമിതി കൊടുക്കണം. റെഗുലർ സർവീസ് പ്രോഗ്രാം, നേരത്തെ പറഞ്ഞു സേവാദൾ വിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റെഗുലർ സർവീസ് അത് നമ്മളൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് മാറ്റരുത്. കാലത്തെ എല്ലാ ദിവസവും ഹോസ്പിറ്റൽ ക്ലീനിങ് ചെയ്യേണ്ടതെന്നല്ല ഈ പറയുന്നത്. എവിടെയൊക്കെയാണോ സേവനം ആവശ്യമുള്ളത് അവിടെയാണ് നമ്മൾ സേവനം ചെയ്യേണ്ടത്. പറയാം സേവനത്തിന് വേണ്ടി സേവനം. എപ്പോഴും ഭഗവാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, സേവനം സർവീസ് ഈസ് നോട്ട് അറ്റ് അവർ കൺവീനിയൻസ്. നമ്മുടെ സൗകര്യത്തിന് ചെയ്യേണ്ടല്ലോ സേവനം, അറ്റ് ബെനിഫിഷ്യറീസ് കൺവീനിയൻസാണ്. ആർക്കാണോ സേവനം വേണ്ടത് അവർക്കാണ് നമ്മൾ സേവനം എത്തിക്കേണ്ടത്. എങ്കിലും നമ്മുടെ മെഡിക്കൽ ക്യാമ്പ്സൊക്കെ പ്രോഗ്രാംഡ് സർവീസ് ആക്ടിവിറ്റിയാണ്. അതൊക്കെ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ, കാരണം ഡോക്ടേഴ്സിൻ്റെ സേവനമൊക്കെ വേണം. പക്ഷേ നമ്മൾ സേവാദൾ യൂണിറ്റ് എന്നുള്ള രീതിയിൽ സേവനം ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു, ഒരു പ്രസക്തമായൊരു ഭാഗമാണ്. നീ രാവിലെ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭഗവാന്റെ അഷ്ടോത്തര അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 ആയുള്ളൂ, 50 ഭാഗം 50% ആയുള്ളൂ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊരു ബഹളം കേൾക്കുകയാണ്. രക്ഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇനി 50 കൂടെ പറഞ്ഞാൽ എൻ്റെ അഷ്ടോത്തര അർച്ചന തീരാതെ ഞാൻ എങ്ങനെ പോവും, ഇത് മുടങ്ങൂല്ലേ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. ഭഗവാൻ പറഞ്ഞതറിയോ, അവിടെ ഇടുക, ഓടുക, ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടുക. റഷ് ടു ദി പ്ലേസ് വെർ യുവർ സൗണ്ട് ഈസ് ഹേർഡ്. അവിടെ പോവുക, ഓടി അവിടെ ചെന്നിട്ട് എന്താണ് അത്യാവശ്യമുള്ള അവർ ചെയ്ത് കൊടുക്കുക. നീ ഇവിടെ മുടക്കിയ അർച്ചനയ്ക്ക് ഒരു വിഘാതവും വന്നിട്ടില്ല, ഞാനല്ലേ അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഉറപ്പുകൾ തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ സേവനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ആ കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സമിതിയിൽ മിനിമം വേണ്ട പ്രോഗ്രാംസാണ്. സമിതി എങ്ങനെയാണ് നമ്മളെ ഭഗവാന്റെ പ്രോജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തുള്ള ചെറിയ ആക്ടിവിറ്റി. ഭഗവാൻ എല്ലാ വർഷവും ഗ്രാമസേവ നടത്താറുണ്ട്. അത് മിക്കവാറും സ്റ്റുഡൻസിനെ കൊണ്ടാണ് അത് ഇൻവോൾവ് ചെയ്യുക. സ്റ്റുഡൻസിനെയാണ് വിടുന്നത്. കാരണം അവരും പോയി വില്ലേജിൽ ഓരോ അവരുടെ ജീവിത രീതി, അവരുടെ ഭവനം, അവരുടെ എല്ലാ ജീവന ഉപാധി ഇതെല്ലാം അവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് സ്റ്റുഡൻസിനാണ് ഭഗവാൻ ഫുഡൊക്കെ കൊടുത്തയക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ആദ്യത്തെ സമിതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി, ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആക്ടിവിറ്റി ആദ്യത്തേത് ഫുഡ് തന്നെയാണ്. ഫുഡ് തന്നെയാണ് ആദ്യത്തെ. അതാണ് നമ്മൾ നാരായണ സേവ എന്നൊക്കെ പറയുന്നത് നടത്തുന്നത്. ഭക്ഷണം. രണ്ടാമത്തെ വസ്ത്രം. ഭഗവാനോടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് താമസിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ പല സേവനങ്ങളും ചെയ്യുന്ന ഇപ്പം ഡ്രസ്സ് കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് കൊടുക്കുന്ന ആൾ ഡിസർവിങ് ആണോ നമ്മൾ നോക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അത് അങ്ങനെ ദൃശ്യമാവുന്നുള്ളൂ. വെറുതെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല, ഡിസർവിങ് ആണോ നോക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷണവും വസ്ത്രം. മൂന്നാമത്തത് ഔഷധം. അതിനുവേണ്ടിയാണ് നമ്മൾ ചെറിയ ചെറിയ മെഡിക്കൽ ക്യാമ്പ്സ് നടക്കുന്നത്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ മിനിമം മെഡിക്കെയർ എന്നുള്ള ആ പ്രിൻസിപ്പിളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് മെഡിക്കൽ ക്യാമ്പ് വഴി ഔഷധ വിതരണവും ചികിത്സയും നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒന്ന് കുടിവെള്ളമാണ്. അപ്പം ഭക്ഷണം, വസ്ത്രം, ഔഷധം. നാലാമത്തെ കുടിവെള്ളം. കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് പറ്റുന്ന രീതിയിൽ ഇപ്പം നമ്മൾ ഒരുപാട് ഗവൺമെൻറ് തലത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പല സ്ഥലങ്ങളിലും കുടിവെള്ളമില്ലാത്ത ഒരുപാട് മേഖലകൾ ഇന്ന് കേരളത്തിലുമുണ്ട്. ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ കിണറുകൾ കുഴിച്ചത് വൃത്തിയാക്കി
പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുക. ട്രൈബൽ ഏരിയയൊക്കെ പോകുമ്പോൾ ചില ഉറവുകൾ കാണും, അത് ശുദ്ധീകരിച്ച് വെള്ളം എടുക്കാനുള്ള സൗകര്യം ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുടിവെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും ചെയ്യാൻ കഴിയും. പിന്നെ വലിയ ഡ്രോട്ട് വരുമ്പോൾ ചില സ്റ്റേറ്റൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. സത്യസായി സേവാ സംഘടന ചെറിയ ടാങ്കറൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ഒരു വെഹിക്കിളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ടാങ്കർ ഉണ്ടാക്കിയിട്ട് വെള്ളം ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ ആ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് വില്ലേജിൽ കൊണ്ട് വിതരണം ചെയ്യുന്ന സംവിധാനം പല സ്റ്റേറ്റുകളും ചെയ്യാറുണ്ട്. വളരെയധികം ക്ഷാമം വരുമ്പോൾ നമുക്കും അത് ചിന്തിക്കാമെന്നുള്ള വിഷയമാണ്. അതുപോലെ ഉള്ള കാര്യമാണ് പാർപ്പിടം. എല്ലാവർക്കും ഭവനമൊന്നും നമുക്ക് കഴിയില്ല, പക്ഷേ ചില ഭവനങ്ങളിൽ റിനോവേറ്റ് ചെയ്ത് തീരെ താമസയോഗ്യമല്ലാത്ത ഒരുപാട് ഭവനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ചിലപ്പം കാണും, നമ്മളെ തൊട്ടടുത്ത് തന്നെ കാണും, നമ്മൾ അറിയുന്നില്ല. അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ശേഷിയുമില്ലാതെ പേപ്പറിലൊക്കെ ടി വിയിലൊക്കെ മീഡിയയിലൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനെ വരുന്ന നമ്മൾ മീഡിയയിലൊക്കെ ഒരു വാർത്ത അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിരിക്കാം, പക്ഷേ എങ്കിലും അവിടെ ഓടിച്ചെന്നൊരു സാന്ത്വനം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അവിടെ എന്തെങ്കിലും അതിലേറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുള്ള വിഷയമാണ്. കാരണം ഈ ഭവനമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കി ഒരു എഞ്ചിനീയറെ വിളിച്ചൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി നാളെ അതുപോലെ വയ്ക്കുക എന്നുള്ള ഉദ്ദേശമില്ല. നമ്മൾ പ്രത്യേകിച്ച് നഗരത്തിൽ താമസിക്കുന്ന ഭവനങ്ങളിൽ നോക്കിക്കോളൂ. മിക്കവാറും സാമ്പത്തികമായിട്ട് ഉന്നതി ഉള്ളവർ 2-3 വർഷത്തിനകത്ത് തന്നെ ഈ വീടുകളൊക്കെ റിനോവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അൺഎൻഡിങ് ആക്ടിവിറ്റിയാണ് അവരെ സംബന്ധിച്ച്, പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു ഫാൻസിയാണ്. അപ്പോൾ ഈ പരിഷ്കരിക്കുമ്പോൾ പഴയ സാധനങ്ങളൊക്കെ പറക്കിക്കളയും, ഫ്രണ്ടിരിക്കുന്ന ഗ്രില്ലിളക്കിക്കളയും, വാതിലിളക്കിക്കളയും. ഞാനൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ അങ്ങനെ സമിതിയിൽ ചെയ്തു. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ പഴയ ചുവരുകളൊക്കെ ഇടിക്കുമ്പോൾ ഉള്ള ബ്രിക്സ് റീയൂസ് ചെയ്യില്ല, ഇതൊക്കെ കളയും. ഇതൊക്കെ നമുക്ക് ശേഖരിച്ചാൽ വാസ്തവം പറഞ്ഞാൽ ഒരു ഭവനം വെച്ച് കൊടുക്കാൻ പിന്നെ ചെറിയ ഒരു എമൗണ്ട് മതി, ചെറിയൊരു മാൻ പവർ മതി. പണ്ട് നമ്മൾ താന്നിവിളയൊക്കെ 7-8 വീട് വെച്ച് കൊടുത്തു. താന്നിവിള വില്ലേജിൽ 7-8 ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മെയ്സൺ മാത്രമേ കാണുള്ളൂ. ആളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവരെല്ലാം സേവദൾ മെമ്പേഴ്സാണ്. മെയ്സൺ ഒരു ടെക്നിക്കൽ വർക്കായതുകൊണ്ട് അതിന് മാത്രം ഒരാളെ വിളിക്കും, ബാക്കിയെല്ലാം സേവദളം. അങ്ങനെ ഹെൽപ്പ് ചെയ്താണ് ആ ഭവനം നിർമ്മിക്കേണ്ടത്. അല്ല ഒരു പ്ലാൻ വരച്ച് ഡൊണേഷൻസ് കളക്ട് ചെയ്യല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇൻവോൾവ്മെൻ്റ് അതിൽ വേണം. പിന്നെ ഫൈനൽ ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അതിനിപ്പം നമ്മുടെ സമിതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പം സത്യസായി വിദ്യാവാഹിനി പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്ത് അവരെ പിന്നെ കൂടുതൽ പഠിപ്പിക്കാൻ കഴിയും. സമിതി തലത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആക്ടിവിറ്റിയാണ് ഫ്രീ ട്യൂഷൻ. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് പിന്നെ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി പാരൻസിന് കാണില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രീ ട്യൂഷൻ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ക്ലാസ് എടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ ഫീമെയിൽ സൈഡിൽ നിന്നും മെയിൽ സൈഡിൽ നിന്നും കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ഫ്രീ ട്യൂഷൻ ക്ലാസ് കൊടുക്കുക എന്നുള്ള പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ്. വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു ബേസില്ലാത്ത കുട്ടികളെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് മേടിപ്പിച്ച് പാസ്സാക്കിയ കഥകൾ വരെ ധാരാളമുണ്ട്. അതിന് യങ്സ്റ്റേഴ്സ് തീർച്ചയായിട്ടും തയ്യാറാവും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഫ്രീ ട്യൂഷൻ. അല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, സ്കൂൾ ഓപ്പണിങ്ങിനൊക്കെ വരുമ്പോൾ അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്യുക. ശരി, പണ്ട് ഈശ്വരംബ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പാടില്ല എന്നാണ്. എങ്കിലും തീരെ നിവൃത്തിയില്ലാത്ത കുട്ടികൾ ഫീസ് കൊടുക്കണ്ടേ, അതിനൊക്കെ നമുക്ക് അങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സമിതി പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കും. ഇതൊക്കെ ഇതിൻ്റെ മാൻഡേറ്ററി മിനിമം ആക്ടിവിറ്റീസാണ്. ഇതല്ലാതെ സമിതികൾക്ക് ഓരോ പ്രാദേശികമായിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏതൊരു പ്രവൃത്തിയും വിത്ത് ദി കൺകറൻസ് ഓഫ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഇൻഫോം ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ്. ഒരു മിനിമം ഒരു കാര്യമാണ്. അതിൽ നമ്മൾ വേറൊരു എന്തിനാ ഒക്കെ അറിയിക്കേണ്ട കാര്യം എന്നൊക്കെ ചിന്തിക്കുന്ന ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ സംഘടനയിലുണ്ടെന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അങ്ങനെ ചിന്തിക്കരുത്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഹൈറാർക്കിയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം സമിതിയിലൊരു കാര്യം നടന്നാൽ സമിതി കൺവീനർ അറിഞ്ഞിരിക്കണ്ടേ? അതിൻ്റെ സമിതിയുടെ ടോട്ടൽ അക്കൗണ്ടബിലിറ്റി സമിതി കൺവീനർക്കല്ലേ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് ഹിതമാണോ അവിഹിതമാണോ ഞാൻ പറയുന്നില്ല, ഏതുണ്ടായാലും അത് ശരിക്കും പറഞ്ഞാൽ സമിതി കൺവീനർ അറിഞ്ഞിരിക്കണ്ടേ? എല്ലാം അദ്ദേഹത്തിന് അറിയിക്കണ്ടേ, അറിയണം.
അതുപോലെയാണ് എല്ലാം. ഇപ്പം നമ്മൾ സഹായിക്കാൻ ഡിസ്ട്രിക്ട് ഇൻചാർജുണ്ട്, സമിതിയിലാണെങ്കിലും സമിതി കോർഡിനേറ്റേഴ്സ് വേറെ എല്ലാ മേഖലകളിലും ഉണ്ട്. എങ്കിലും സമിതി കൺവീനർ തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ നോഡൽ പേഴ്സൺ. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വമുള്ള അക്കൗണ്ടബിലിറ്റി ബെസ്റ്റ് വിത്ത് ദി സമിതി കൺവീനർ. അത് നമ്മൾ മറന്നു പോരുത്. അതുപോലെ തന്നെയാണ് അല്പം മോളിൽ പോകുമ്പോൾ ജില്ലാതലത്തിന് ജില്ലാ പ്രസിഡൻറ്റിനുള്ള ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തൊക്കെ അറിയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയിക്കണം. അതുപോലെ ജില്ലാതലങ്ങളിൽ നടക്കുന്ന നമ്മളെ ഒരു ആനുവൽ മീറ്റിങ്ങിലൊക്കെ ഒരു വർഷത്തെ പ്രോഗ്രാം തരുമല്ലോ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച്. ആ ആക്ടിവിറ്റീസിലല്ലാത്ത ഒരു പുതിയ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ചെയർപേഴ്സൻ്റെ അറിയാമെന്നുള്ള ഉദ്ദേശം. രണ്ടാമത്, ഈ ആക്ടിവിറ്റി വേറെ ഒരു ജില്ലയിലും ടേക്കപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ അത് ഉത്പത്തരാക്കി എടുക്കാനുള്ള ഒരു സൗകര്യമാണ്. അപ്പം അങ്ങനെ നടക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നല്ല ബോധമുണ്ടാകണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് സേവനങ്ങളിൽ സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഭഗവാൻ എപ്പോഴും പറയും, ഒരു ലൈറ്റ് കത്തണമെങ്കിൽ 2 പോള് വേണം. നെഗറ്റീവ് പോൾ, പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിലല്ല, 2 പോള് വേണം. അങ്ങനെ വരുമ്പോഴേ സ്പിരിച്വൽ ബ്ലിസ് ഉണ്ടാവുള്ളൂ. ഒരു ബൾബ് കത്താൻ 2 പോള് വേണമെന്ന് പറയുമ്പോൾ ഞാൻ 100 മണിക്ക് അല്ലെ 100% സ്പിരിച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം ഒരു ബ്ലെസ്സിങ്സ് ഭഗവാന് കിട്ടണമെങ്കിൽ മറ്റൊരു സൈഡോട് ശരിയാണ്. സേവനം അതുപോലെ തുല്യമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ബാലൻസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുള്ളൂ. ഭഗവാൻ പറഞ്ഞ പോലെ ഈ ഹ്യൂമൻ ബോഡി സേവനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, അന്യരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ സത്യസായി സേവാ സംഘടനയുടെ മഹത്വം ഈ ലോകമെമ്പാടും ഇതുപോലെ നിലനിർത്താൻ കഴിയും. പിന്നെ നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു ആശയമാണ്, എന്തെങ്കിലും നമുക്ക് സമിതിയിൽ ഹാർമണി നശിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു, നമ്മൾ എത്ര സമിതി ഹാൾ ഭഗവാനിലെ ശ്രൈനൊക്കെ ഏറ്റവും നന്നായിട്ട് അലങ്കരിച്ച് മോടി പിടിപ്പിച്ച് എല്ലാ അലങ്കാരമൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ ബി പ്രസൻറ്റ് വേർ എവർ മൈ ഗ്ലോറി ഈസ് സങ്. അല്ലേ, വളരെ പ്രശസ്തമായ ഒരു സേയിങ്ങാണ്. എൻ്റെ മഹിമ വാഴ്ത്തപ്പെടുന്ന സ്ഥലത്ത് ഞാൻ സന്നിഹിതനായിരിക്കും. അത് സമിതിയെ ഉദ്ദേശവും നമ്മുടെ ഭവനത്തെ ഉദ്ദേശമായിരിക്കും. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ വേറൊരു സന്ദേശമുള്ള പുറകിൽ വന്നിട്ടുണ്ട്. ഈ സമിതികളിൽ എൻ്റെ പ്രസൻസ് ഉണ്ടാകണമെങ്കിൽ 2 കാര്യം നിങ്ങൾ അനുഷ്ഠിക്കണം. അത് സമിതിയായാലും കൊള്ളാം, ഭവനമാണെങ്കിലും കൊള്ളാം, സംസ്ഥാനമാണെങ്കിലും കൊള്ളാം, എവിടെയാണെങ്കിലും എൻ്റെ ആഗമനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ 2 കാര്യം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, യൂണിറ്റി. 2, ഹാർമണി. ഐക്യവും സൗഹൃദവും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ഞാൻ എത്തുകയില്ല. നമ്മൾ ഭഗവാനെ കേരളത്തിലേക്ക് ഒരുപാട് പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ട്. പ്രേയേഴ്സാണ്, നമ്മുടെ പ്രേയേഴ്സായിരുന്നു. അങ്ങനെ എന്നിട്ട് ഭഗവാൻ പലരോടും വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു പ്രയാസമാണ് എല്ലാവർക്കും. ഇത്രയൊക്കെ നമ്മൾ ഭഗവാനെ ആഗ്രഹിച്ചിട്ട് ഭഗവാൻ വന്നില്ല എന്നുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് പേര് പ്രശാന്തിയിലെത്തി വരാൻ കഴിയാതെ ഭഗവാന്റെ ഒരു ഗ്ലാൻസ്, ഒരു നോട്ടം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്നൊക്കെ പോലും അവിടെ അവതരിപ്പിച്ചെങ്കിലും ഭഗവാൻ വന്നില്ലല്ലോ. അപ്പോൾ ഒരു പ്രശസ്തനായ വ്യക്തി, പേരൊന്നും പറയുന്നില്ല, ഭഗവാനായിട്ട് എപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടുന്ന വ്യക്തിയുമായിട്ട് നമ്മളിത് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്, എപ്പടി വര മുടിയ അങ്ങ് യൂണിറ്റി ഇരിക്കുക എന്നാണ് ചോദിച്ചത്. ഇത് റിവീൽ ചെയ്യാൻ പോലും പാടില്ല, പക്ഷെ അങ്ങനെ ഒരു ഭഗവാൻ പറഞ്ഞു. കാരണം കേരളത്തിലെ യൂണിറ്റി കുറവായതുകൊണ്ടാണ് അത്രയും ഭഗവാൻ വരാത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഭഗവാന്റെ പ്രസൻസ് നമ്മൾ കാക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ സമിതിയൊക്കെ എങ്ങനെ ആയിരിക്കണം? അവിടെ ഒരു കാര്യത്തിൽ ചെറിയ സ്പർദ്ധ പോലും ഉണ്ടാകാതെ വളരെ യൂണിറ്റോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഓരോ വ്യക്തിയും, സമിതി എന്ന് പറയുമ്പോൾ ഒരു സമിതി കൺവീനർ ഞാൻ നേരത്തെ പറഞ്ഞു, ഹീ ഗോട്ട് സം ലിറ്റിൽ മോർ റെസ്പോൺസിബിലിറ്റി എന്ന് മാത്രം അർത്ഥം. എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് സമിതി കൺവീനർ. എല്ലാ കാര്യങ്ങളും അദ്ദേഹം മാത്രം ചെയ്യുക, ജില്ലയിലെ എല്ലാ കാര്യങ്ങളും ജില്ലാ പ്രസിഡന്റ് മാത്രം എന്ന അർത്ഥമില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമല്ലേ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഏത് പ്രവൃത്തി അധാർമികമായിട്ടോ അല്ലെങ്കിൽ നോട്ട് ബിഫിറ്റിംഗ് ഫോർ എ സമിതി മെമ്പർ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാൻ ഓരോ വ്യക്തിക്കും അവകാശമില്ലേ?
ഓരോ വ്യക്തിയും ചെയ്യേണ്ടതല്ലേ? അങ്ങനെയല്ലേ ഈ ഭഗവാന്റെ സന്ദേശം യൂണിറ്റി ആൻഡ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അപ്പം അങ്ങനെ ഒരു സന്ദേശം കൂടെ നമ്മൾ മനസ്സിൽ വയ്ക്കണം. എപ്പോഴും അതായിരിക്കണം നമ്മുടെ പ്രധാന ഉദ്ദേശം, അതായിരിക്കണം. സമിതിയിൽ വരുമ്പോൾ ഇങ്ങനെ ചെറിയ സ്പർദ്ധ വരുമ്പോൾ പലരും സമിതി വരാതിരിക്കുന്നുണ്ട്. അതൊരു അതിശയോക്തിയൊന്നുമല്ല, ധാരാളം പേര് അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായി, ചെറിയ പിണക്കങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളിതെല്ലാം പറയുമ്പോൾ നമ്മളൊരു സന്ദേശം മനസ്സിൽ വയ്ക്കണം. ഭഗവാൻ എങ്ങനെയാണ് ഈ വ്യാഴാഴ്ച സമിതിയിൽ ഭജന നടത്താനുള്ള ആഹ്വാനം തന്നത്? ഭഗവാൻ ഒരു സന്ദേശമേ പറഞ്ഞിട്ടുള്ളൂ, വ്യാഴാഴ്ച എന്നെ ഭജിക്കൂ. തപോവനം വായിക്കുന്നവരൊക്കെ ആയിരുന്ന സന്ദേശമുണ്ട്. വ്യാഴാഴ്ച എന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞ സന്ദേശം ഉൾക്കൊണ്ടാണ് ഈ സമിതികളിലെല്ലാം വ്യാഴാഴ്ച ഭജന പ്രസാദനയിൽ നടക്കുന്നത് പോലെ നടക്കുന്നത്. ആ വ്യാഴാഴ്ച ഭജനയ്ക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, കർത്തവ്യമാണ്. കാരണം അവിടെ നടക്കുന്നത് സങ്കീർത്തനമാണല്ലോ, ഗ്രൂപ്പ് സിംഗിങ് ആണ്. ആ സമിതി അറ്റ്മോസ്ഫിയർ എന്നൊക്കെ 3 രീതിയിൽ മാറ്റാൻ കഴിയുന്ന ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭഗവാനായിട്ടൊരു ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം, ഒരു ഭക്തനെ സംബന്ധിച്ച്. ഭഗവാനായിട്ടൊരു കോൺവെർസേഷനായിട്ട് മാറ്റാം, നിങ്ങൾക്ക് ഭഗവാനായിട്ട് സംസാരിക്കാം. അതല്ലെങ്കിൽ ആ സമയം നിങ്ങൾക്ക് സ്വാമിയുടെ മെഡിറ്റേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിന് വേണ്ടി നമ്മൾ സമിതിയിൽ വരുന്നത്. വ്യാഴാഴ്ച എന്നെ ഭജിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഭജിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ എന്താർത്ഥമാണ്? വീട് സമിതിയാണോ? സമിതി എന്ന് പറയുന്നത് പ്രശാന്തിലി ഒന്ന് സ്വാമി പറഞ്ഞു കഴിഞ്ഞല്ലോ. വീട് നിങ്ങളുടെ വീട് തന്നെയാണ്. അവിടെ നിങ്ങൾക്കിരുന്ന് സ്വകാര്യമായിട്ട് ഭജിക്കാമെന്നല്ലാതെ ഒരു ഗ്രൂപ്പ് സിംഗിങ്, ഒരു ഗ്രൂപ്പ് ഭജന നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അതിന് കിട്ടുന്ന മെറിറ്റ്സ് വളരെ കൂടുതലല്ലേ? അതിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ കൂടുതലല്ലേ? ആ രീതിയിൽ ഇത് കാണാൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ സമിതിയിൽ വ്യാഴാഴ്ച വരണം നിർബന്ധമാക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ നമ്മൾ ഭഗവാനെ ദർശിക്കാനാണ് വരുന്നത്. ഒരു വലിയ ക്ഷേത്രങ്ങളിൽ പൂജാരി നമ്മളുമായിട്ട് പിണക്കമുണ്ടെങ്കിൽ നമ്മളിവിടെ പോകാതിരിക്കും. പൂജാരി അവിടെ ഇമ്മറ്റീരിയലാണല്ലേ, പൂജാരി നോക്കാൻ നമ്മളവിടെ പോകും. നമ്മളവിടെ വരുന്ന സമിതി വരുന്നത് ഭഗവാന്റെ മുമ്പ് ഇരിക്കാനാണ്. ആ ഒരു ദൃഢനിശ്ചയം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ മാറി നിൽക്കാൻ കഴിയുള്ളൂ. പലരും ഇപ്പം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരെ എനിക്കറിയാം, നല്ല കാലത്ത്, ആകുന്ന കാലത്ത്, അല്ലെങ്കിൽ ആരോഗ്യം പൂർണ്ണമായിട്ടുള്ള കാലത്ത് സമിതിയിൽ നിന്ന് മാറി നിന്നിട്ട് അവശനായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് കൊണ്ടുപോകുമെന്ന് മക്കളുടെ ഓരോ പറയുന്ന പേരൻസ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓരോ പ്രാവശ്യവും നമ്മൾ സമിതിയിൽ വന്ന് നമസ്കരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കണം, ഇത് അടുത്ത വ്യാഴാഴ്ച എനിക്ക് വരാൻ ഭഗവാൻ അനുവദിക്കുമെന്നുള്ളത്, അല്ലേ? അത് അൺസർട്ടൈനാണ്, നമുക്ക് പറയാനേ ഒക്കില്ല അടുത്ത ആഴ്ച ഞാൻ വരുമെന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ, ഇല്ലേ? ഭഗവാൻ നിശ്ചയിക്കണം. ഒരിക്കൽ ഭഗവാൻ കസ്തൂരി അറിയാമല്ലോ, ഭഗവാന്റെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളായിരുന്നു, വലിയ ഭക്തനായിരുന്നു. സ്വാമി തന്നെ ഒരിക്കൽ ഒരു ഡിസ്കോഴ്സിൽ ഇദ്ദേഹത്തിൻ്റെ ചരമം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് കസ്തൂരിയെ പറ്റി ഒരു മെൻഷനിങ് വന്നു. മെൻഷനിങ് ഇങ്ങനെയായിരുന്നു, അവൻ നല്ലൊരു ഭക്തനായിരുന്നു. ഭഗവാൻ ആരെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പറഞ്ഞു നമ്മൾ കേട്ടിട്ടേ ഇല്ല. പക്ഷേ പ്രൊഫസർ കസ്തൂരിയെക്കുറിച്ച് ഭഗവാൻ അത് തന്നെ പറഞ്ഞു, നല്ലൊരു ഭക്തനായിരുന്നു. ഈ പ്രൊഫസർ കസ്തൂരി തന്നെ ഏതോ ഒരു ഒക്കേഷനിൽ ഭഗവാനോട് പറഞ്ഞു, ഭഗവാന്റെ മിറക്കിൾസെ കണ്ടിട്ട് ഒരുപാട് ദിവസമായെന്ന് പറഞ്ഞപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ മുമ്പ് നിൽക്കുന്നത് തന്നെ വലിയ മിറക്കിളാണ്. നീ ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീറ്റൂടെ വരുമെന്ന് എന്താ ഉറപ്പുള്ളത്, അല്ലേ? ഇതാണ് നമ്മുടെ ഉറപ്പ്. അപ്പം നമ്മൾ വ്യാഴാഴ്ച സമിതിയിൽ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അടുത്തവണ വരാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഒരു കാര്യവുമില്ല. ഇതുപോലെ ഒരാൾ സേവനം ചെയ്യാൻ വളരെ സന്നദ്ധനായിട്ട് പ്രശാന്തിലെത്തി വന്നു. വലിയൊരു പ്രസിഡൻ്റ് ഇരുന്ന ആളാണ്. അദ്ദേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് പ്രശാന്തിലെത്തിയ ഭഗവാനെ കണ്ടവൻ പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്തു, ഇപ്പം ധാരാളം സമയമുണ്ട്, ഭഗവാന്റെ ഏതൊരു ആക്ടിവിറ്റി എടുക്കാൻ എനിക്ക് സന്നദ്ധമാണ്, ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഇപ്പോൾ എത്ര വയസ്സായി? വയസ്സ് 61. നിൻ്റെ കേൾവിയൊക്കെ അങ്ങനെ, ഒരു ചെവിക്ക് അല്പം പ്രശ്നമുണ്ട്, നടക്കാനൊക്കെ സ്വല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്യുന്നു സ്വാമി. നിൻ്റെ നല്ല കാലത്ത് നിന്നെ കൊണ്ട് ഞാൻ എന്ത് സേവനമാണ് ചെയ്യിപ്പിക്കുന്നത്? നിൻ്റെ നല്ല കാലത്ത് നിനക്ക് കഴിഞ്ഞില്ല, അപ്പോൾ ചിന്തിക്കേണ്ടതല്ലേ ഇതൊക്കെ. ഇനി അത് താമസിച്ചു പോയി, നിന്നെ എനിക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങ് അകറ്റുകയും ചെയ്തു. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. നമുക്ക് കഴിയുന്ന സമയത്ത്
നമുക്ക് ഭഗവാൻ തന്ന ആരോഗ്യം നമ്മളിലുള്ളപ്പോൾ, നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ളപ്പോൾ, അതിനുള്ള സൗകര്യമുള്ളപ്പോൾ വേണം നമ്മൾ ഇതൊക്കെ ടേക്കപ്പ് ചെയ്യാൻ, ഇവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ. എല്ലാ അവസരങ്ങളും നമ്മൾ എപ്പോഴും സ്വാമി പറയും, ഇന്ന് കിട്ടുന്ന അവസരം നാളെ നിനക്ക് ഒരു ഉറപ്പുമില്ല. ഈ അവസരം പൂർണ്ണമായിട്ട് വിനിയോഗിക്കൂ, അല്ലാതെ വേറൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോർ പ്രിൻസിപ്പിൾസ് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് അടുത്ത ജനറേഷന് വേണ്ടി, ഇതിന് യാതൊരു ഡൈല്യൂഷനും ഇല്ലാതെ ഇതുപോലെ വളരെ ചിട്ടയോടെ, ഭക്തിയോടെ, അർപ്പണ മനോഭാവത്തോടെ ഇത് അടുത്ത തലമുറ നടത്തുന്നു എന്ന് ബോധ്യപ്പെടേണ്ടത് പിരിഞ്ഞു പോകേണ്ട ജനറേഷനാണ്. ഇത് മാത്രം മനസ്സിൽ വെച്ചിട്ട് വേണം ഭഗവാന്റെ സെൻറ്ററി സെലിബ്രേഷൻ നമ്മൾ ആചരിക്കാനും നമ്മൾ ആഘോഷിക്കാനും. ഓർഗനൈസേഷൻ ഒരു ഹൈറാർക്കി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു ആൾ ഇന്ത്യ ഒരു പ്രസിഡൻ്റുണ്ട്, ഓരോ സംസ്ഥാനത്തിനും സ്റ്റേറ്റ് പ്രസിഡൻ്റുണ്ട്, ഓരോ ജില്ലയ്ക്കും ഒരു ജില്ലാ പ്രസിഡൻ്റുണ്ട്, സമിതിക്ക് സമിതി കൺവീനറുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രക്ചറാണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇത് നമ്മൾക്കൊരു ഹെറാർക്കി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇതിലിപ്പോൾ ഒരു കമാൻഡ്, ഒരു സന്ദേശം ഏറ്റവും ടോപ്പിൽ നിന്ന് ഫ്രം ആൾ ഇന്ത്യ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ആ സന്ദേശം നമുക്ക് ഹൃദ്യമാണോ എന്നുള്ളത് അപ്രസക്തമാണ്. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒരു ലിങ്ക് ആണെങ്കിൽ, ഒരു പ്രവർത്തകനാണെങ്കിൽ തീർച്ചയായിട്ടും അനുസരിക്കാൻ നമ്മൾ പൂർണ്ണമായിട്ട് സന്നദ്ധത കാണിക്കണം. അവിടെ നമ്മുടെ വിംസ് ആൻഡ് ഫാൻസ്, നമ്മുടെ ചോയ്സ് അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇത് മാത്രമേ ഭഗവാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭഗവാന്റെ ചിട്ടവട്ടങ്ങൾ, എപ്പോഴും പറയുന്ന യൂണിറ്റി. അവിടെ നമ്മളിത് വേറിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന യൂണിറ്റിയാണ്, ഹാർമണിയാണ്. പിന്നെ അതനുസരിച്ച് ഒരുപാട് വിഘടിതമായ ചിന്തകൾ നമുക്ക് വരും, നമ്മളോട് നിൽക്കുന്നവർ വിഘടിക്കും. ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ വരുന്നത്, അത് നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെന്നുള്ള പ്രസക്തി അവിടെ ഇല്ല. 100% അതനുസരിച്ച് സംഘടന കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതിൻ്റെ മഹിമ, അതിൻ്റെ റിസൾട്ട്, ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും, ഭജന പാടിയാലും, വേദം ജപിച്ചാലും, സേവനം ചെയ്താലും, ഭഗവാൻ ഒരു ആരതി എടുത്താലും, എന്ത് ചെയ്താലും അതിനെല്ലാം ഒരു റിസൾട്ടുണ്ട്, അതിന് ഫലവും ഉണ്ടെന്നാണ്. ഫലമില്ലാത്ത ഒരു പ്രവർത്തനവും ഇല്ല, അതിന് ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ അതിനുവേണ്ടിയാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ പേരിൽ, എല്ലാവരുടെ പേരിലും ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികൾക്കുമുള്ള പ്രതിഫലം അതിൽ ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരും, ആ എമൗണ്ട് റിലീസ് ചെയ്യും. ഇനി നിങ്ങളത് ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് ഞാൻ കൈമാറും. തലമുറ മീൻസ് ആ വ്യക്തിയുടെ തലമുറയ്ക്ക്. ഇത്ര ഗംഭീരമായിട്ട് മനസ്സിൽ തട്ടുന്ന സന്ദേശങ്ങൾ ഭഗവാൻ തന്നിട്ടും നമ്മൾ അതിൽ നിന്നൊക്കെ വ്യതിചലിക്കാൻ ഏതെങ്കിലും വ്യക്തി മനസ്സിൽ വരുന്നെങ്കിൽ പാപം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു സംശയമില്ല. ഈ ഐക്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സമിതിയിലൊക്കെ പ്രവർത്തിക്കുന്ന, സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും അധിഷ്ഠിതമാണ്, ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ വാക്കുകളും ഭഗവത് പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ സന്നിധി സെലിബ്രേഷനിൽ ഏതെങ്കിലും രീതിയിൽ എല്ലാവർക്കും പുട്ടുപുറത്തി പോകാൻ കഴിയുന്നില്ല, പക്ഷേ ഭാഗമാക്കാൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമിതി തലത്തിലും മണ്ഡലി തലത്തിലും സംഘടനാ തലത്തിലും ഒക്കെ ഉണ്ട്. അതിലെല്ലാം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു. ജയ് സായിറാം.